കരച്ചിൽ എന്ന് പറയുന്നത് നമുക്ക് കുറ്റം പറയാൻ പാടില്ലാത്ത ഒരു സ്വാഭാവിക പ്രക്രിയയാണ്. യേശു ഒരു പ്രാവശ്യമല്ല അനേകവട്ടം കരഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ പ്രിയ ഭവനത്തിൽ അങ്ങനെയുള്ള കരച്ചിലൊന്നും ഇപ്പോൾ ഇല്ല. കാരണം അത്യാവശ്യമൊക്കെ കരഞ്ഞു, ആ കരച്ചിൽ അടങ്ങി. കാരണം എന്താണെന്ന് ചോദിച്ചാൽ കർത്താവ് നമുക്ക് സർവാശ്വാസപ്രദൻ ആയതുകൊണ്ടാണ്. കർത്താവ് ശവമടക്കത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. 3 ശവമടക്കത്തിൽ പങ്കെടുത്തു. ഒന്നൊരു ബാലിക, ഒന്നൊരു യുവാവ്, ഒന്ന് ഒരു പ്രായമായ. അവർ 3 പേരും ഉയർത്തെഴുന്നു. അതുകൊണ്ട് കർത്താവ് ശവമടക്കാനായിട്ട് സഹായിക്കാൻ പോകേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാൽ ശവമടക്കത്തോട് ബന്ധപ്പെട്ട 3 കാര്യങ്ങളിൽ കർത്താവിന്റെ സാന്നിധ്യം ഉണ്ടായപ്പോൾ അവർ ഉയർത്തെഴുന്നേറ്റു എന്നതാണ് അതിന്റെ വാസ്തവത്തിലുള്ള സ്ഥിതി. കർത്താവ് എല്ലാം നന്മയ്ക്കായിട്ട് ചെയ്യുന്നവനാണ്. അങ്ങനെ നന്മയ്ക്കായിട്ട് ചെയ്യുന്ന കർത്താവ് ഈ കാര്യത്തിൽ എന്ത് നന്മയാണ് വരും ദിവസങ്ങളിൽ ചെയ്യാൻ പോകുന്നത് എന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. മുള്ളർ തന്റെ ഭാര്യ മരിച്ചപ്പോൾ പറഞ്ഞു, അവൻ നല്ലവനും വിശ്വസ്തനുമാണ്. കർത്താവ് എനിക്ക് എല്ലാം നന്മയ്ക്കായിട്ട് ചെയ്യുള്ളൂ. അതുകൊണ്ട് ഞാനത് ഉൾക്കൊള്ളുന്നു. ഇതിന്റെ